വോട്ട് രേഖപ്പെടുത്തി കൃത്യം 7 മണിക്ക് തന്നെ ഞാൻ എൻ്റെ സ്വന്തം പ്രദേശമായ സ്ഥലങ്ങളിൽ മറ്റ് ബൂത്തുകളിലേക്ക് പോയി ഇത് സ്വന്തം ബൂത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം വോട്ട് രേഖപ്പെടുത്തി. പിന്നെ വളരെ നല്ല ഒരു പ്രഭാത കാഴ്ചകളാണ് നമ്മളെല്ലാവരും മുഖത്തും തെളിഞ്ഞു വരുന്നത്. ജനാധിപത്യ അവകാശം ഉപയോഗിച്ച് പൊന്നാനിയിലെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കാലത്തും തുടർന്ന് വളരെ ശുഭപ്രതീക്ഷയോടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു പൊന്നാനിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വോട്ടിംഗ് കറക്റ്റ് പ്രതീക്ഷിത ചെയ്യും. അതുപോലെ തന്നെ വോട്ടിംഗ് ഏറ്റവും സംഭവം. മറ്റു ബൂത്തുകളിലൊക്കെ പോയോ? മറ്റു ബൂത്തുകളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 ബൂത്തിൽ പോയി. വോട്ടർമാരെയൊക്കെ നേരിട്ട് വോട്ടർമാരാ നമ്മൾ ബൂത്തിൽ പോകുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥി രൂപത്തിലുള്ള ഒരു വിസിറ്റാണല്ലോ. അപ്പോൾ അവിടെ നമ്മളൊരു ക്യാമ്പയിനിങ് പാടില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ നേരിട്ട് പോളിംഗ് ഓഫീസർ കണ്ട് പോകുന്നതിൻ്റെ പൊന്നാനിയുടെ മുഴുവൻ ബൂത്തുകളിൽ നമ്മൾ പോകണം. പരമാവധി എല്ലാ ബൂത്തുകളിലും എത്താനുള്ള ശ്രമമാണ് അത് കാലത്ത് ആരംഭിച്ചത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാമതും ഭരണത്തിലേറുമെന്നതിൻ്റെ ഉറപ്പാണ് നമ്മളിന്ന് കാലത്ത് കണ്ട കാഴ്ചകളും തുടർ കാഴ്ചകളും എല്ലാം. ഞാനല്ലേ അതെ വളരെ കൃത്യമായി ഞാൻ കൃത്യമായി നമ്മൾ ഭരണഘടനാ അവകാശം കൃത്യമായി വിനിയോഗിച്ചു. എന്താണ് കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നത് അതേ ആഗ്രഹം ഞാൻ പ്രകടപ്പെടുത്തി. അതെ അതെ ഇതിപ്പോൾ മോളൊക്കെ ഉണ്ട്. നല്ല വിജയ പ്രതീക്ഷയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതാണ് നമ്മൾ ഭൂരിപക്ഷം നന്നായി വർദ്ധിക്കും. അത് ആ നിലയ്ക്ക് തന്നെയാണ് എല്ലാ ഭാഗങ്ങളും എല്ലാ പൊന്നാനിയുടെ സമസ്ത ആൾക്കാരും ഒരുങ്ങിക്കഴിഞ്ഞു എന്നൊരു വിധത്തിലാണ് എല്ലാം കണ്ടത്. നമ്മൾ ഇന്നലത്തെ നിശബ്ദതയിൽ പോലും ഒരു ശബ്ദമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാനുള്ള പ്രചരണത്തിലും മറ്റെല്ലാ ഇടങ്ങളിലും പരമാവധി വോട്ടർമാർ ഈ വികസനത്തിനൊപ്പം അല്ലെങ്കിൽ ഭരണത്തുടർച്ചയ്ക്കൊപ്പം അല്ലെങ്കിൽ പൊന്നാനിയുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കേണ്ടതോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി ഞാൻ ഇറങ്ങി ഈ പൊന്നാനിയിലെ മുഴുവൻ ബൂത്തുകളിലേക്ക് പോകാം. അപ്പോൾ കാലത്ത് നിങ്ങളൊക്കെ കണ്ടതിൽ നന്ദി. എല്ലാവർക്കും നന്മകൾ നേരുന്നു എല്ലാ വോട്ടർമാർക്കും ആശംസകളോടെ.